ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ R&D ക്രിയേഷൻസ്. ഞാൻ റീജ ദിലീഷ്. ഇന്ന് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്താണെന്ന് പഠിച്ചു. അതിൽ നിന്നും കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിന്. ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്നാൽ കുറച്ച് സമയം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിളിൽ കൂടി നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് നോക്കാം. ഞാൻ എഴുതുന്നു, ഐ റൈറ്റ്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു, ഐ ആം റൈറ്റിംഗ്, ഐ ആം റൈറ്റിംഗ്. അവൻ എഴുതുന്നു, ഹീ റൈറ്റ്സ്. അവൻ എഴുതിക്കൊണ്ടിരിക്കുന്നു, ഹീ ഈസ് റൈറ്റിംഗ്. അവൾ എഴുതുന്നു, ഷീ റൈറ്റ്സ്. അവൾ എഴുതിക്കൊണ്ടിരിക്കുന്നു, ഷീ ഈസ് റൈറ്റിംഗ്. അവർ എഴുതുന്നു, ദേ റൈറ്റ്. അവർ എഴുതിക്കൊണ്ടിരിക്കുന്നു, ദേ ആർ റൈറ്റിംഗ്. ഞങ്ങൾ എഴുതുന്നു, വി റൈറ്റ്. ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു, വി ആർ റൈറ്റിംഗ്. ഇനി നമ്മളൊരു ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വർക്ക്സ്, അത് വർക്ക് ചെയ്യുന്നു. ഇറ്റ് ഈസ് വർക്കിംഗ്, അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. യു വർക്ക്, നിങ്ങൾ വർക്ക് ചെയ്യുന്നു. യു ആർ വർക്കിംഗ്, നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വേർബ് പ്ലസ് ING, ഇതാണ് സ്ട്രക്ചർ. ഇനി എന്താണ് ഓക്സിലറി വേർബ് എന്ന് നോക്കാം. ഓക്സിലറി വേർബിന് നമ്മൾ മലയാളത്തിൽ സഹായക ക്രിയ എന്നാണ് പറയുന്നത്. ഹെൽപ്പിംഗ് വേർബ് എന്നും പറയാറുണ്ട്. ഈസ്, ആം, ആർ, ഇത് മൂന്നുമാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഓക്സിലറി വേർബ്സ്. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കണം, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സെൻറ്റൻസ് എഴുതാനുള്ള സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വേർബ് പ്ലസ് ING. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സെൻറ്റൻസ് വേണമെങ്കിലും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉണ്ടാക്കാൻ സാധിക്കും. ആണ് സബ്ജക്റ്റായി വരുന്നതെങ്കിൽ നമ്മൾ ആം ആണ് ഓക്സിലറി വേർബായിട്ട് എടുക്കുന്നത്, ഐ ആം. അതുപോലെ ഹീയും ഷീയുമാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇസ് ആണ് ഉപയോഗിക്കുന്നത്, ഹീ ഇസ് അല്ലെങ്കിൽ ഷീ ഇസ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ആണെങ്കിലും ഇസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഇറ്റ് ഇസ്. ദേ ആണ് വരുന്നതെങ്കിൽ ദേ ആർ. വി സബ്ജക്റ്റായി വരുമ്പോൾ വി ആർ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു, ഐ ആം റീഡിങ്. അവൻ വായിച്ചുകൊണ്ടിരിക്കുന്നു, ഹി ഈസ് റീഡിങ്. അവൾ വായിച്ചുകൊണ്ടിരിക്കുന്നു, ഷീ ഈസ് റീഡിങ്. അവർ വായിച്ചുകൊണ്ടിരിക്കുന്നു, ദേ ആർ റീഡിങ്. ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നു, വി ആർ റീഡിങ്. ഐ ആം വാക്കിംഗ്, ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു, ഹി ഈസ് വാക്കിംഗ്. അവൻ നടന്നുകൊണ്ടിരിക്കുന്നു, ഷീ ഈസ് വാക്കിംഗ്. അവൾ നടന്നുകൊണ്ടിരിക്കുന്നു, ദേ ആർ വാക്കിംഗ്. അവർ നടന്നുകൊണ്ടിരിക്കുന്നു, വി ആർ വാക്കിംഗ്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ബേർഡിനെയോ ആനിമലിനെയോ ഒരു സാധനത്തിനെയോ സൂചിപ്പിക്കാൻ നമ്മൾ ഇറ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ഫ്ലൈയിങ്, അത് പറന്നുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ഡ്രിങ്കിങ്, ഇത് കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ബാർക്കിംഗ്, ഇത് കുരച്ചുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ഈറ്റിംഗ്, ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ഡാൻസിങ്, ഇത് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി എങ്ങനെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നെഗറ്റീവ് സെൻറ്റൻസ് പറയുന്നതെന്നും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതെന്നും നമുക്ക് നോക്കാം. ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഐ ആം നോട്ട് റൈറ്റിംഗ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നില്ല. ആം ഐ റൈറ്റിംഗ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണോ? ഓക്സിലറി വേർബിന് ശേഷം നോട്ട് എന്ന് ചേർത്താൽ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ ഓക്സിലറി വേർബ് ആദ്യം എടുത്ത് ഉപയോഗിച്ചാൽ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുവാനും സാധിക്കും. ആം ഐ റൈറ്റിംഗ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണോ? യെസ് ഐ ആം, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നോ ഐ ആം നോട്ട്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയല്ല. ഷീ ഈസ് ഡാൻസിങ്, അവൾ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഷീ ഈസ് നോട്ട് ഡാൻസിങ്, അവൾ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഈസ് ഷീ ഡാൻസിങ്, അവൾ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇതിൽ നമ്മൾ ഓക്സിലറി വേർബ് എടുത്ത് ആദ്യം തന്നെ വെക്കുകയാണ്, ഫ്രണ്ടിൽ വെക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ കഴിയും. യെസ് ഷീ ഈസ്, അവൾ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. നോ ഷീ ഈസ് നോട്ട്, ഇല്ല അവൾ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല.
ദേ ആർ ഡൂയിങ് ഹോംവർക്ക്. അവർ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദേ ആർ നോട്ട് ഡൂയിങ് ഹോംവർക്ക്. അവർ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ആർ ദേ ഡൂയിങ് ഹോംവർക്ക്. അവർ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? യെസ് ദേ ആർ. അതെ, അവർ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോ ദേ ആർ നോട്ട്. ഇല്ല, അവർ ഹോംവർക്ക് ചെയ്യുന്നില്ല. വി ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. വി ആർ നോട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല. ആർ വി സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? യെസ് വി ആർ. അതെ, ഞങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നോ വി ആർ നോട്ട്. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇറ്റ് ഈസ് ഫ്ലൈയിങ്. ഇത് പറന്നുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് ഫ്ലൈയിങ്. ഇത് പറന്നുകൊണ്ടിരിക്കുകയല്ല. ഇസ് ഇറ്റ് ഫ്ലൈയിങ്. ഇത് പറന്നുകൊണ്ടിരിക്കുകയാണോ? യെസ് ഇറ്റ് ഈസ്. ഇത് പറന്നുകൊണ്ടിരിക്കുകയാണ്. നോ ഇറ്റ് ഈസ് നോട്ട്. ഇത് പറന്നുകൊണ്ടിരിക്കുകയല്ല. ഇതിൽ ഇസ് നോട്ട് എന്നുള്ളതിന് നമുക്ക് ഇസിൻറ്റ് എന്നും ആർ നോട്ട് എന്നുള്ളതിന് ആറിൻറ്റ് എന്നും ഉപയോഗിക്കാം. ആർ യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? യെസ് ഐ ആം. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നോ ഐ ആം നോട്ട്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇതിൽ ക്വസ്റ്റ്യനിൽ ആർ യു എന്നാണ് ചോദിക്കുന്നതെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ ഐ എന്നാണ് പറയേണ്ടത്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഐ യെസ് ഐ ആം അല്ലെങ്കിൽ നോ ഐ ആം നോട്ട് എന്നാണ് ആൻസർ ചെയ്യേണ്ടത്. ആർ യു റീഡിങ് ദ ബുക്ക്. നീ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണോ? യെസ് ഐ ആം. അതെ, ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നോ ഐ ആം നോട്ട്. നോ, ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയല്ല. ഈ ഒരു ഫുൾ സെൻറ്റൻസ് പറയുന്നതിന് പകരം നമ്മൾ യെസ് ഐ ആം അല്ലെങ്കിൽ നോ ഐ ആം നോട്ട് എന്ന് ഷോർട്ടാക്കിയിട്ടാണ് ആൻസർ പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റിലൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഈ എക്സാമ്പിളോട് കൂടി നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. തുടർന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്, പക്ഷേ അത് കുറച്ചു നേരം തുടർന്നുകൊണ്ടിരിക്കുമെങ്കിൽ അതിനെ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് പറയുന്നത്. ഐ ആം ഈറ്റിംഗ്. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഐ ആം നോട്ട് ഈറ്റിംഗ്. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നില്ല. ആം ഐ ഈറ്റിംഗ്. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണോ? യെസ് ഐ ആം. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നോ ഐ ആം നോട്ട്. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയല്ല. യു ആർ വർക്കിംഗ്. നീ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ആർ നോട്ട് വർക്കിംഗ്. നീ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ആർ യു വർക്കിംഗ്. നീ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇതിൻ്റെ കൂടെ നമുക്ക് ക്വസ്റ്റ്യൻ വെൻ അല്ലെങ്കിൽ വേർ, ഹൗ ലോങ് എന്നൊക്കെ ആഡ് ചെയ്ത് വേണമെങ്കിൽ ചോദിക്കാം. വെൻ ആർ യു വർക്കിംഗ്. എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്? വേർ ആർ യു വർക്കിംഗ്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഹൗ ലോങ് ആർ യു വർക്കിംഗ്. എത്ര കാലമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഐ ആം നോട്ട് വർക്കിംഗ്. ഞാൻ ജോലി ചെയ്യുന്നില്ല. യെസ് ഐ ആം. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. യു എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഐ ആം എന്ന് ആയിരിക്കും. ഹി ഈസ് ഈറ്റിംഗ്. അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഹി ഈസ് നോട്ട് ഈറ്റിംഗ്. അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഈസ് ഈ ഈറ്റിംഗ്. അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണോ? നോ ഈ ഈസ് നോട്ട്. അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയല്ല. യെസ് ഈ ഈസ്. അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് ഈറ്റിംഗ്. അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് നോട്ട് ഈറ്റിംഗ്. അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയല്ല. ഈസ് ഷീ ഈറ്റിംഗ്. അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണോ? യെസ് ഷീ ഈസ്. അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നോ ഷീ ഈസ് നോട്ട്. അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ആനിമലിനെയോ ബേർഡിനെയോ തിങ്ങിനെയോ സൂചിപ്പിക്കാനാണ് ഇറ്റ് എന്നുള്ള പ്രോണൗൺ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ഈറ്റിംഗ്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ഈറ്റിംഗ്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇസ് ഇറ്റ് ഈറ്റിംഗ്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണോ? യെസ് ഇറ്റ് ഈസ്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നോ ഇറ്റ് ഈസ് നോട്ട്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയല്ല. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ പഠിച്ചു. നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പഠിച്ചു. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കേണ്ടത്, അതിന് ആൻസർ എങ്ങനെയാണ് പറയേണ്ടതെന്ന് പഠിച്ചു. പിന്നെ ഓക്സിലറി വേർബ് എന്താണെന്ന് പഠിച്ചു. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ഓക്സിലറി വേർബ് മുൻപിൽ വെച്ചാൽ, ഏറ്റവും ഫ്രണ്ടിൽ വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ കഴിയും എന്നും പഠിച്ചു.
ഇനി നമുക്ക് ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ സെക്ഷനിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ വിച്ച് എന്നുള്ള വേർഡാണ് പഠിക്കാൻ പോകുന്നത്. വിച്ച് എന്ന് വെച്ചാൽ ഏത് എന്നാണ് അർത്ഥം. വിച്ച് ഈസ് യുവർ കൺട്രി? നിങ്ങളുടെ രാജ്യം ഏതാണ്? വിച്ച് ഈസ് യുവർ പെൻ? നിങ്ങളുടെ പെന്ന് ഏതാണ്? വിച്ച് വാസ് യുവർ ക്ലാസ്? ഏതായിരുന്നു നിങ്ങളുടെ ക്ലാസ്? വിച്ച് ഡ്രസ് യു ലൈക്ക്? ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്? വിച്ച് ഡ്രസ് ഡു യു ലൈക്ക്? വിച്ച് വാസ് യുവർ ഹൗസ്? ഇതിൽ ഏതായിരുന്നു നിങ്ങളുടെ വീട്? വിച്ച് വാസ് യുവർ ഓഫീസ്? ഏതായിരുന്നു നിങ്ങളുടെ ഓഫീസ്? ഇങ്ങനെ പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും പറയാൻ വേണ്ടി നമുക്ക് വിച്ച് എന്ന ക്വസ്റ്റ്യൻ ഉപയോഗിക്കാം. വിച്ച് സബ്ജക്റ്റ് ഡു യു ലൈക്ക്? മാത്സ് ഓർ സയൻസ്? മാത്സ് ആണോ സയൻസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം? വിച്ച് ബുക്ക് ഡു യു ലൈക്ക്? ഏത് ബുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടം? സ്റ്റോറീസ് ഓർ പോയംസ്? വിച്ച് ഇസ് അവർ നാഷണൽ ഫ്ലവർ? ഏതാണ് നമ്മളുടെ ദേശീയ പുഷ്പം? വിച്ച് ഇസ് അവർ നാഷണൽ ആനിമൽ? ഏതാണ് നമ്മളുടെ ദേശീയ മൃഗം? വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ആക്ടർ ഇൻ മലയാളം മൂവി? മലയാളം മൂവിയിൽ നിങ്ങൾക്ക് മലയാളം സിനിമയിൽ ഏത് നടനെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ്? ഇങ്ങനെ എപ്പോഴൊക്കെ നമുക്ക് ഏത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമോ അപ്പോഴൊക്കെ നമുക്ക് വിച്ച് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. വിച്ചും വാട്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, വാട്ട് എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ആണ്, അതെന്തുമാകാം. ഇപ്പോൾ വാട്ട് കളർ ഡു യു ലൈക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും പറയാം. ഈ ലോകത്തുള്ള എല്ലാ കളേഴ്സും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വിച്ച് കളർ, ഞാനിപ്പോൾ ഒരു 4-5 കളേഴ്സ് നിങ്ങളെ കാണിച്ചിട്ട് വിച്ച് കളർ ഡു യു ലൈക്ക് എന്ന് ചോദിക്കുമ്പോൾ വിച്ച് എന്ന് വെച്ചാൽ ലിമിറ്റഡ് ആണ്. നമ്മൾ ഒരു ലിമിറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ആൻസർ ചെയ്യുന്നത്. ആൻസർ എപ്പോഴും സ്പെസിഫിക് ആയിരിക്കും. ഇതാണോ അല്ലെങ്കിൽ മറ്റേതാണോ, അങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അതാണ് വിച്ചും വാട്ടും തമ്മിലുള്ള ഡിഫറൻസ്. അത് ഓർത്ത് വെക്കണം. വിച്ച് എന്ന് വെച്ചാൽ എപ്പോഴും നമ്മളുടെ ആൻസർ ലിമിറ്റഡ് ആയിരിക്കും. വാട്ട് എന്ന് വെച്ചാൽ ആൻസർ വൈഡ് ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണെന്ന് പഠിക്കാം. അപ്പോഴേക്കും സിമ്പിൾ പ്രസൻറ്റ് ടെൻസും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടിരിക്കണം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. പുതിയ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.